അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് ടേസ്റ്റ് ആദ്യം നോക്കാം. ഒരു സൈഡിൽ നിന്ന് എടുത്ത് നോക്കാം. നല്ല വെറൈറ്റി ടേസ്റ്റാണ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി ഒരു ഡിഷാണ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ പേരാണ് ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ. അതിൻ്റെ റെസിപ്പികളും അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്ന് ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ. അതെങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ചേരുവകൾ. അപ്പോൾ ഈ ഓരോ ചേരുവകളും മുറയ്ക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു ലാർജ് പീസായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ മസാലകൾ കറക്റ്റ് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് ചേർക്കുക. അപ്പോൾ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് അളവിൽ മാത്രമേ ചേർക്കാവുള്ളൂ. ഗ്രീൻ ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്നും ഓവറായി പോകരുത്. ആദ്യം നമ്മൾ കുരുമുളക് എടുത്തു. ഇനി അടുത്തതായിട്ട് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിനുശേഷം കുറച്ച് തൈര്, എന്നിട്ട് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 1.5 നാരങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങളിവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുതിനയില, മല്ലിയില, പച്ചമുളക്, ഈ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ഒരു ഗ്രീൻ ചിക്കന് പച്ച നിറം നൽകുന്നത്. അപ്പോൾ ഇതും നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുത്ത് ഒരു അടി അടിച്ചിട്ട് വരാം. കുറച്ച് വെള്ളവും ചേർത്ത്. ആദ്യം പുതിനയില ഇടാം. ചിക്കൻ ഒരല്പം ഉണ്ട്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇതെല്ലാം ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് എടുക്കുന്നുണ്ട്. നമ്മളിവിടെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല, അപ്പോൾ അതുകൊണ്ട് എരിവിനായിട്ടാണ് പച്ചമുളക്. പിന്നെ മല്ലിയില, അപ്പോൾ നമുക്ക് ഇതൊന്നെടുത്ത് ചതച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ആ ഒരു പുതിനയിലയും മല്ലിയിലയും പച്ചമുളകും ഇട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലോട്ട് നമുക്ക് ചേർക്കാം. ഇതാണ് നമ്മുടെ ഗ്രീൻ ചിക്കൻ്റെ മെയിൻ കളർ കൊടുക്കുന്ന ആ ഒരു റെസിപ്പി. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചത് ഇതിവിടെ ചേർത്തിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് വറുത്തെടുക്കാം ഈ ഒരു തീയിൽ. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഉള്ളി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഉള്ളി ഒരല്പം എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നമ്മൾ ചേർന്ന് മൂപ്പിച്ചെടുക്കണം, ഇളക്കി കൊടുക്കണം. അതേപോലെ കരിക്കരുത്, ബ്രൗൺ കളറാവുന്നവരെ. അപ്പോൾ നമ്മുടെ ആ ഉള്ളി ഏകദേശം മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം.
ഇതൊന്ന് തണുക്കാൻ വയ്ക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് എണ്ണ തോരാൻ വയ്ക്കാം. നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിയും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബദാമും അണ്ടിപ്പരിപ്പും ചേർന്ന് ആ വറുത്തതും കൂടെ എടുത്ത് ഒന്ന് മിക്സിയിൽ ഒന്നെടുത്ത് പൊടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ പുതിനയിലയും മല്ലിയിലയും ചേർത്ത ആ ഒരു ഇതിലേക്ക് നമ്മളിപ്പോൾ ഉള്ളി വറുത്തതും ബദാമും അണ്ടിപ്പരിപ്പും മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 1 മണിക്കൂറത്തേക്ക് മാറ്റി വെച്ചേക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും തിരിച്ചു വരാം. മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഏകദേശം 1 മണിക്കൂറായി. അപ്പോൾ ഇനി നമുക്കിത് വേവിക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പും പട്ടയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ആ ഗ്രീൻ ചിക്കൻ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു തീയിൽ വേണം ഇനി വേവിക്കും. നമ്മൾ വെള്ളം അധികം ചേർക്കാൻ പാടില്ല. ഇറച്ചി കുറച്ചു നേരം നമ്മൾ ഒരു 5 മിനിറ്റ് വേവുമ്പോഴത്തേക്ക് വെള്ളം ഊറി ഇറങ്ങുന്നതാണ്. ആ ഒരു ഇറച്ചിയുടെ വെള്ളത്തിൽ തന്നെ വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുന്നതാണ്. അപ്പോൾ വെള്ളം നമുക്ക് മാക്സിമം ആഡ് ചെയ്യാതെ വേവിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കേണ്ടതുണ്ട് ചിക്കൻ വേവാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് മല്ലിയില ഒന്ന് ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ആ മണത്തിനാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഈ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം, സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവർക്കും കാലിനോടാണല്ലോ പ്രിയം. അപ്പോൾ ലെഗ് പീസ് നമുക്ക് ആദ്യം എടുത്ത് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ സ്വാദിഷ്ടമായ ആ ഒരു വെറൈറ്റി ഗ്രീൻ ചിക്കൻ എന്ന് പറയുന്നത്. ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ.
അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആദ്യം കണ്ടപ്പോഴുള്ള ഡ്രസ്സ് അല്ലല്ലോ ഇപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന്. സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, ഷർട്ടൊക്കെ കരി പറ്റി, അതാണൊന്ന് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് ടേസ്റ്റ് ആദ്യം നോക്കാം. ഒരു സൈഡിൽ നിന്ന് എടുത്ത് നോക്കാം. നല്ല വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.